ഈ ലോകത്തുള്ള എല്ലാവർക്കും കോടീശ്വരനാകാം. അത്തരത്തിലൊരു സംഭവം ഉണ്ടെന്ന് വെക്കുന്നു. എന്താ അത്? ഇത് ലോട്ടറി എടുപ്പോ സൂപ്പർ ലോട്ടറി, ബമ്പർ ലോട്ടറി ഒന്നും അല്ല. ഇത് കുറച്ച് ശാസ്ത്രമാണ്. അതായത് ഒരു ചിഹ്നഗ്രഹം, ഈ ചിഹ്നഗ്രഹം, ചിഹ്ന വീടെന്നൊക്കെ പറയുമ്പോൾ ചിഹ്നഗ്രഹം ഇതല്ല. ഈ ചിഹ്നഗ്രഹം എന്ന് പറയുന്നത്, അതായത് ഈ ലോകം, നമ്മുടെ സൗരയൂഥം രൂപപ്പെട്ടത് തന്നെ ഏതോ വലിയൊരു പൊട്ടിത്തെറിയിൽ നിന്നാണെന്നാണ് ശാസ്ത്രം ചിന്തിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പൊട്ടിത്തെറിയിൽ നിന്ന് പല ഗ്രഹങ്ങളും രൂപപ്പെട്ടു. ഇപ്പോൾ ഭൂമി അടക്കം അങ്ങനെ രൂപപ്പെട്ടു എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു കല്ലെടുത്ത് പൊട്ടിക്കുമ്പോൾ കുറച്ച് വലിയ കഷ്ണം ഉണ്ടാകും, ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ടാകും, പൊടികളുണ്ടാകും, അല്ലേ? സ്വാഭാവികമല്ലേ? അപ്പോൾ ഒരു ഗ്രഹമായി മാറാൻ സാധിക്കാത്ത, എന്നാൽ ഉൽക്കകളേക്കാൾ വലിപ്പമുള്ള ചില സംഗതികൾ, അത് ഒരു പാറയുടെ രൂപത്തിലാകാം, ചിലത് ലോഹത്തിൻ്റെ രൂപത്തിലാവാം, അതും നമ്മുടെ സൗരയൂഥത്തിൽ സൂര്യനെ വലം വയ്ക്കുന്നുണ്ട്. അതായത് ഭൂമി എങ്ങനെയാണോ സൂര്യനെ വലം വയ്ക്കുന്നത്, അതേപോലെ തന്നെ ഉൽക്കകൾക്ക് സമാനമായ എന്നാൽ ഗ്രഹത്തിൻ്റെ വലിപ്പമില്ലാത്ത ചില വസ്തുക്കൾ സൂര്യനെ വലം വയ്ക്കുന്നുണ്ട്. അതിനെയാണ് ചിഹ്നഗ്രഹം എന്ന് പറയുക. ഒരു ഗ്രഹമല്ല, എന്നാൽ ഉൽക്കയുമല്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്നത്, അതായത് ഒരു ഉൽക്കയേക്കാൾ വലിപ്പമുണ്ട്, എന്നാൽ ഒരു ഗ്രഹമായിട്ട് കണക്കാക്കാനുള്ള വലിപ്പവും ഇല്ല. അതിൻ്റെ ഇടയിലുള്ള സംഗതികളിലേക്കാണ് നമ്മൾ ചിഹ്നഗ്രഹം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വ്യാഴത്തിനും ചൊവ്വയ്ക്കും ഇടയിൽ സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിഹ്നഗ്രഹം, അതിന് ശാസ്ത്രലോകം ഇട്ട് കൊടുത്തിരിക്കുന്ന പേര് സൈക്കി 16 എന്നാണ്. സൈക്കി 16. അതായത് 1852 ഇറ്റലിയിലെ നേപ്പിൾസിലെ ഒരു വാനനിരീക്ഷകനായ ആനിബൽ ഡി ഗാസ്പാരി എന്ന് പറയുന്ന ആളാണ് ഇത് കണ്ടെത്തിയത്. അപ്പോൾ അയാൾ ഒരു ഗ്രീക്ക് പുരാണ കഥാപാത്രമായ സൈക്കി, ആ പേരാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഈ സൈക്കി എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ദേവത എന്നാണ് അവിടുത്തെ അർത്ഥം. അപ്പോൾ മനുഷ്യൻ കണ്ടെത്തിയ 16ാമത് ചിഹ്നഗ്രഹമായതുകൊണ്ടാണ് ഇതിനെ സൈക്കി 16 എന്ന വിശേഷണം വന്നത്. ഇത് മാത്രമല്ല, നൂറുകണക്കിന് ചിഹ്നഗ്രഹങ്ങൾ വേറെയുണ്ട്. അതിൽ 16ാമത്തെ ആയതുകൊണ്ടാണ് ഈ സൈക്കി 16 എന്ന് പേര് വന്നത്. അപ്പോൾ ഈ ചിഹ്നഗ്രഹങ്ങൾക്ക് ഒരു പ്രത്യേകത, ഞാൻ പറഞ്ഞല്ലോ ഒരു പൊട്ടിത്തെറിയിൽ നിന്ന് ഉണ്ടായതാണെന്ന്. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ഇരുമ്പും സ്വർണവും ഈ ലോഹവസ്തുക്കളൊക്കെ ഖനനം ചെയ്തെടുക്കുകയല്ലേ ചെയ്യുക, അല്ലേ? അതായത് ഉപരിതലത്തിലൊന്നുമില്ല, ഉള്ളറയിൽ എന്തോ ഉണ്ട്. അപ്പോൾ ആ ഉള്ളറയ്ക്ക് സമാനമായ ഘടനയോട് കൂടിയുള്ളതാണ് ഈ ഏറിയ പങ്കും ചിഹ്നഗ്രഹങ്ങൾ. മിക്ക ചിഹ്നഗ്രഹങ്ങളും ഒന്നെങ്കിൽ ഒരു പാറയുടെ രൂപത്തിലാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ലോഹവസ്തുക്കളുടെ രൂപത്തിലാകാം. അതായത് ലോഹങ്ങളുടെ ആ ഒരു രൂപം അതിനുണ്ടാകും. അതായത് അതിൻ്റെ എന്താ പറയുക, ഇപ്പോൾ ഇരുമ്പയിര് എന്നൊക്കെ പറയില്ല, അതിൻ്റെ അപരിഷ്കൃത രൂപം അല്ലെങ്കിൽ സംസ്കരിച്ചെടുക്കേണ്ടിയിരിക്കും. നമ്മൾ ഇന്ന് കാണുന്ന ഇരുമ്പിൻ്റെ അവസ്ഥയിൽ അത് ഉണ്ടാകുമെന്നൊന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഘടനകൾ അവിടെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ ഈ സൈക്കി 16നെ കുറിച്ച് നമ്മളിങ്ങനെ നിരീക്ഷിച്ച് വന്നപ്പോൾ നമുക്ക് മനസ്സിലായത്, ഈ സൈക്കി 16ൽ ധാരാളമായി ഇരുമ്പ്, അതിൻ്റെ നിക്ഷേപമുണ്ട്, ഇരുമ്പിൻ്റെ നിക്ഷേപമുണ്ട്, നിക്കലിൻ്റെ നിക്ഷേപമുണ്ട്, സ്വർണമുണ്ട്, പ്ലാറ്റിനമുണ്ട്. അപ്പോൾ ഇത് വെച്ചൊക്കെ ഇതിൻ്റെ മൂല്യം കണക്കാക്കുമ്പോൾ ഈ സൈക്കി 16ൻ്റെ മൂല്യം എന്ന് പറയുന്നത് 10,000 ക്വാഡ്രില്യൺ US$. ഈ ക്വാഡ്രില്യൺ എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ നമുക്ക് 0 എണ്ണിയാൽ നിൽക്കില്ല, അതുകൊണ്ടാണ് അത്രയും കൊടുത്തേക്കുന്നത്. കുറച്ചുകൂടി മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ 100 ദശലക്ഷം ബില്യൺ $. ആ സാധനം നമുക്കിങ്ങോട്ട് കിട്ടണം. അപ്പോൾ അത് കിട്ടാൻ വെച്ചാൽ അത്യാവശ്യം വലിപ്പമേ ഉള്ളൂ. അതായത് അതിൻ്റെ മൊത്തം വലിപ്പം ഏതാണ്ട് 225 കിലോമീറ്ററാണ് മൊത്തം വ്യാസം. അപ്പോൾ വലിയൊരു മലയുടെ അത്ര ഉള്ളൊരു സംഗതി, അത്രയും കരക്കാക്കിയാൽ മതി. അതാണ് ഇങ്ങനെ ഒരു ഉൽക്കയ്ക്ക് സമാനമായി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ കാണുന്ന അതിന് ഒരുപാട് സ്വർണവും നിക്ഷേപമൊക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടും എന്നല്ല, കിട്ടുകയാണെങ്കിൽ അതിലെ ഈ സ്വർണവും പ്ലാറ്റിനവും ഒക്കെ സംസ്കരിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും കോടീശ്വരന്മാരായി മാറും. എങ്ങനെയാ ഇത് കിട്ടേണ്ടേ? കിട്ടാൻ സാധ്യതയൊന്നുമില്ല. ഇല്ല. കാരണം നമ്മൾ അത് ചിലപ്പോൾ നമ്മുടെ വരും തലമുറകൾ ഇങ്ങനെ കഴിഞ്ഞു അതായത് ഈ ഗോളാന്തര യാത്രകളൊക്കെ സാധ്യമാകുന്നൊരു ഘട്ടം ഉണ്ടെങ്കിൽ, ഇപ്പോൾ എലോൺ മസ്ക് ഒക്കെ ചൊവ്വയിലോ വ്യാഴത്തിലോ ഒക്കെ മനുഷ്യ കോളനികൾ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് റോക്കറ്റുകളൊക്കെ അയക്കുന്നുണ്ടല്ലോ. അത് കുറേ കാലം കഴിഞ്ഞ് ആ ടെക്നോളജിയൊക്കെ കുറേയൊക്കെ അഡ്വാൻസ്ഡായി വന്ന് മനുഷ്യവാസം അത്തരം ഗ്രഹങ്ങളിൽ സാധ്യമാണ്, അല്ലെങ്കിൽ ഇത്തരം മിഷനുകൾ നമുക്ക് സാധ്യമാകുന്ന ഒരു സാങ്കേതിക വിദ്യയിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ ആ സംഗതി നമുക്കിപ്പോൾ കിട്ടും.
പക്ഷേ നമ്മളതിനെക്കുറിച്ച് പഠനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 2023 ഒക്ടോബറിൽ നാസ ഈ സൈക്കി എന്ന് പറയുന്ന പേരിൽ തന്നെ ഒരു പേടകം അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ പേടകം ഈ സൈക്കി 16 ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അതായത് സൈക്കി 16 ലക്ഷ്യമാക്കി പോയിക്കോ, അവിടെ എത്തിയിട്ടില്ല കേട്ടോ. അവിടെ എത്തണമെങ്കിൽ ഏതാണ്ട് 2029 ഓഗസ്റ്റിൽ അവിടെ എത്തും. ഈ സൈക്കി 16 ചുറ്റിപ്പറ്റി അതുണ്ടാവും. അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിനെ സാധാരണഗതിയിൽ നമ്മൾ ഈ സാറ്റലൈറ്റുകൾ അയക്കുന്നത് അതിനെ നിരീക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. നിരീക്ഷിക്കുക, ചിത്രങ്ങൾ എടുക്കുക, അതിൻ്റെ മാപ്പിംഗ് തയ്യാറാക്കുക. അതായത് ഓരോ പ്രദേശവും ചിത്രീകരിച്ച് അത് ഇന്ന സാധനങ്ങളുണ്ടെന്ന് കണ്ടെത്തുക. മൊത്തത്തിൽ അതെങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സാറ്റലൈറ്റിനെ അയച്ചേക്കുന്നത്. ഇനി അതിന് ശേഷം അതെല്ലാം ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു മിഷനിൽ ഒരു യന്ത്ര സംവിധാനം അങ്ങോട്ട് അയച്ച് അവിടെ നിന്നുള്ള സാമ്പിളുകൾ കളക്ട് ചെയ്യാനായിട്ടുള്ള സംഗതികൾ ചെയ്യും. അപ്പോൾ ഒരു ചിഹ്നഗ്രഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഉൽക്കയ്ക്ക് സമാനമായ ഒരു സംഗതിയിൽ നിന്ന് നമുക്ക് ഒരു സാമ്പിളുകൾ കളക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ പറ്റും. നമ്മൾ ബാന എന്ന് പറയുന്ന ഒരു ചിഹ്നഗ്രഹത്തിൽ നിന്ന് ഇതിനോടകം തന്നെ സാമ്പിളുകൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചൊവ്വയിലും വ്യാഴത്തിനും ഇടയിലുള്ള ആ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചിഹ്നഗ്രഹത്തിൽ നമ്മൾ എത്തിപ്പെടുമെന്നും അവിടെ നിന്ന് ഈ സാമ്പിളുകൾ കളക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതീവ ദുഷ്കരമാണ്. നമ്മളൊരു സ്വപ്നത്തിൽ അങ്ങ് വിചാരിക്കുകയാണ്. അതായത് ഈ ചിഹ്നഗ്രഹം എന്ന് പറയുന്നത് ഒരുപാട് ധാതു സമ്പത്തുകളുണ്ട്, സ്വർണം, പ്ലാറ്റിനം നിക്ഷേപങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ധാരാളം പണം നമുക്കുണ്ടാക്കാൻ പറ്റും. പക്ഷേ അത് നമ്മുടെ സ്വപ്നത്തിലാണ്. യാഥാർത്ഥ്യത്തിലോട്ട് എത്താനായിട്ട് ഒരുപാട് കടമ്പകളുണ്ട്. നമ്മുടെ മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള കടമ്പകളുണ്ട്. ഇപ്പം നിലവിൽ നമ്മുടെ ഈ സൈക്കി 16 നമ്മളിപ്പോൾ ഈ സൗരയുധം എന്ന് പറയുന്നുണ്ടല്ലോ, അതായത് സൂര്യനും 9 ഗ്രഹങ്ങളും ഉള്ള സൗരയുധമാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ ലോകമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോകത്തെ ഏറ്റവും മൂല്യമുള്ള വസ്തുവായിട്ട് കണക്കാക്കുന്ന ഒന്നെങ്കിൽ സൂര്യൻ അല്ലെങ്കിൽ ഭൂമി. കാര്യം ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണല്ലോ ജീവൻ നിലനിൽക്കുന്നത്. പക്ഷേ പണം വെച്ച് കണക്കാക്കുമ്പോൾ ഈ സൗരയുധത്തിൽ ഏറ്റവും മൂല്യമുള്ള വസ്തു ഇപ്പോൾ സൈക്കി 16 ആണ്. കാരണം അവിടുത്തെ ഇത്തരം വലിയ നിക്ഷേപങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാസ അങ്ങോട്ടേക്ക് അതിനെ നിരീക്ഷിക്കാൻ വേണ്ടി ഒരു സാറ്റലൈറ്റിനെ അയച്ചിട്ടുണ്ട്. ആ സാറ്റലൈറ്റ് അവിടുത്തെ വിവരങ്ങളൊക്കെ ശേഖരിച്ച് വരാൻ 2 വർഷം എടുക്കും. എത്തിക്കഴിഞ്ഞാൽ 2 വർഷം എടുക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ പറയുന്ന പോലെ പഠനങ്ങൾ നമ്മൾ ഇവിടെ ഒന്ന് നോക്കുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാകുന്നത്. നേരിട്ട് അവിടെ ചെന്ന് നടത്തിയ പഠനങ്ങൾ അത് വാസ്തവമാണെങ്കിൽ ഒരു പക്ഷേ ഈ ഇലോൺ മസ്കിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യൻ ചിന്തിക്കുന്നതിനപ്പുറം ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അതേപോലുള്ള ആൾക്കാരൊക്കെ ആ സൈക്കി 16 എത്തിപ്പെടാനോ അല്ലെങ്കിൽ അവിടുത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാനോ പറ്റുന്ന ഒരു പദ്ധതി തയ്യാറാക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടിക്ക് സാധ്യതയുണ്ട്. കുറഞ്ഞ പക്ഷം ഒരു ഹോളിവുഡ് സിനിമയെങ്കിലും ഇതിൻ്റെ പേരിൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമുക്കിങ്ങനെ ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ചിലർ പറയാറുണ്ട് ഈ ഉൽക്കാപതനം എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഉൽക്കൾ എന്ന് പറഞ്ഞാൽ ഒരു കരിങ്കല്ലിൻ്റെ മറ്റൊരു വെർഷനാണ്. പക്ഷേ അതിൽ തന്നെ ഒരുപാട് ഇതേപോലെ നമ്മുടെ ഭൂമിയിലുള്ള അല്ലെങ്കിൽ അപൂർവമായിട്ടുള്ള ലോഹ കൂട്ടുകൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ വന്നു വീഴുന്ന ഈ കരിങ്കല്ല് സമാനമായ ഈ ഉൽക്ക ഭാഗങ്ങൾക്ക് പോലും വലിയ വിലയാണ്. ഉൽക്ക പൊട്ടി പണക്കാരായെന്ന് കേട്ടിട്ടുള്ളതാണോ? അതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ആ ഒരു സംഗതി നമുക്ക് വീണ് കിട്ടിയാൽ അതിന് വലിയ മൂല്യമുണ്ട് അതിന്. പക്ഷേ അത് നമ്മുടെ വിപണിയിൽ അതൊക്കെ വാങ്ങാൻ ആളുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ശാസ്ത്രീയമായി വളരെ മൂല്യം കണക്കാക്കുന്നതാണ്. അതിൻ്റെ കാരണം ഇതാണ്. കാര്യം അപൂർവങ്ങളായ ലോഹ സംയുക്തങ്ങൾ ഈ ഉൽക്കകളിലും ഇതേപോലുള്ള ചിഹ്നഗ്രഹങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് ശാസ്ത്രീയ കണ്ടുപിടുത്തം. അപ്പോൾ ഈ പറയുന്ന സാധനം നമുക്ക് കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് മാത്രമല്ല, 100 കണക്കിന് ചിഹ്നഗ്രഹങ്ങളുണ്ട്. അതിലെല്ലാത്തിലും നമ്മൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനാണ് ആർത്തി മൂത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് പരിപാടികളൊക്കെ നടത്തി നമ്മളത് പിടിച്ചെടുത്താൽ രക്ഷപ്പെട്ടു.